ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഡിസ്കസ് ചെയ്തത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ട്രാൻസ്ഫർ പ്രൈസിങ്, സീറോ ബേസ് ബഡ്ജറ്റിംഗ്, പെർഫോമൻസ് ബഡ്ജറ്റിംഗ് വരെ ആയിരുന്നു. ബാക്കി ഡിസ്കസ് ചെയ്യുന്നതാണ് വാല്യൂ അനാലിസിസ് ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ്. Value analysis is a technique used for improving performance of an organization so that the value attached to a particular product or service can be increased. ഈ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ്, നിലവിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാല്യൂ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസോ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് അൺനെസസറി കോസ്റ്റൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സർവീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സർവീസോ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വാല്യൂ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വാല്യൂ വിശകലനം ചെയ്യുകയാണ്, ആ പ്രൊഡക്റ്റിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്യുകയാണ്. ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യലാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത് value engineering was originally developed in the field of engineering to explore innovations in the area of technology and method of production to reduce cost. ഇതും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ടേം ഡെവലപ്പ് ചെയ്യുന്നത് എൻജിനീയറിംഗ് ഫീൽഡിലാണ്. അവരെന്ന് വെച്ചാൽ ഒരുപാട് ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിയിലും അതുപോലെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനിലും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടെക്നോളജിയിൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനിലും ആ ഒരു ഏരിയയിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇന്നോവേഷൻസ് പുതിയതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടേമാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു എല്ലാ ഏരിയയിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എല്ലാ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിലും ഈ ഒരു വാല്യൂ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു റീസെൻറ്റ് ട്രെൻഡാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Several manufacturing concerns, overheads are absorbed in output using single predetermined rate. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനുഫാക്ചറിങ് കൺസേൺസ് അവരുടെ ഓവർഹെഡ്സിലൊക്കെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ആണ് ഉപയോഗിക്കുന്നത് അവരുടെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട്. ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ആർ ഐഡൻറ്റിഫൈഡ് ആസ് കോസ്റ്റ് ഡ്രൈവേഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഇതിനെയാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. that cause the incurrence of overheads. Such cost drivers include number of store requisites. ഈ ഒരു കോസ്റ്റ് ഡ്രൈവേഴ്സിനെയാണ് എത്ര സ്റ്റോർ റിക്വിസിറ്റ്സ് ഉണ്ട്, അതുപോലെ എത്ര മെഷീൻസ് ഉണ്ട്, അതൊക്കെയാണ് ഈ ഒരു കോസ്റ്റ് ഡ്രൈവേഴ്സിൽ വരുന്നത്. ഈ കോസ്റ്റ് ഡ്രൈവേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ഓവർഹെഡ്സ് ആക്കിയിട്ട് പ്രൊഡക്ട്സിലും സർവീസിലും ഉപയോഗിക്കുന്നത്. ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ മേജർ ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷനിൽ എത്ര ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഏറ്റവും മേജറായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തലാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് റിലേറ്റ് ചെയ്യുക, ആ മേജർ ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് തമ്മിൽ റിലേറ്റ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈങ് കോസ്റ്റ് ഡ്രൈവേഴ്സ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റീൻ്റെയും കോസ്റ്റ് ഡ്രൈവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ട്, അതിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ഓവർഹെഡ്സ് റേറ്റ് ഫോർ ഈച്ച് കോസ്റ്റ് ഡ്രൈവർ. ഓരോ കോസ്റ്റ് ഡ്രൈവറിനും എത്രയാണ് ഓവർഹെഡ് റേറ്റ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്ലൈ ടു പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതൊക്കെ പ്രൊഡക്ട്സിലും സർവീസസിലും അപ്ലൈ ചെയ്യുക. ഇതൊക്കെ പ്രോബ്ലം ആയിട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ടാർജറ്റ് കോസ്റ്റ്. നെക്സ്റ്റ് വരുന്ന റീസെൻറ്റ് ട്രെൻഡാണ് ടാർജറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടാർജറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ
പ്രീ ഡിറ്റർമൈൻ കോസ്റ്റാണ്. മാർക്കറ്റ് പ്രൈസിൻ്റെയൊക്കെ പ്രീ ഡിറ്റർമൈൻ കോസ്റ്റാണ്. ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ കോസ്റ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടാർഗറ്റ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ സെയിൽസ് പ്രൈസ് മൈനസ് ഡിസയേർഡ് പ്രോഫിറ്റ്, സെയിൽസ് പ്രൈസിൽ നിന്ന് ഡിസയേർഡ് പ്രോഫിറ്റ് കുറച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് ആണ് ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാർഗറ്റ് കോസ്റ്റ് ഒന്നും കൂടി എന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ് ബേസ്ഡ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. അതായത് കോസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള, കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വെക്കുകയാണെങ്കിൽ ക്യാപ്ചർ ആൻഡ് ടാർഗറ്റ് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഈ ഒരു ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ മാക്സിമം കോസ്റ്റാണ്. കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് ദി പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ മാക്സിമം കോസ്റ്റാണ് ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 90 രൂപ ചിലവാകും, മാക്സിമം അത്ര ചിലവാകും. അതിനാണ് ടാർഗറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു റീസെൻറ്റ് ട്രെൻഡാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഇസ് ദി അക്യുമുലേഷൻ ഓഫ് കോസ്റ്റ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഡ്യൂറിങ് ദി ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രോഡക്റ്റിന് ലൈഫ് സൈക്കിൾ പീരീഡ് ഉണ്ട്. ആ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് അതിൻ്റെ കോസ്റ്റുകളൊക്കെ കണ്ടെത്തലാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റേജസ് ഉണ്ടായിരിക്കും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, സാച്ചുറേഷൻ സ്റ്റേജ് ഉണ്ട്, അതുപോലെ ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. ഇതൊക്കെ ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിലുള്ള സ്റ്റേജസ് ആണ്. ആ സ്റ്റേജസിൽ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കലാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ വരുന്നത്. ലാസ്റ്റ് റീസെൻറ്റ് ട്രെൻഡ്സ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റി കോസ്റ്റിംഗ്. ക്വാളിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ക്വാളിറ്റി കോസ്റ്റിംഗ് മെഷേഴ്സ് ആൻഡ് അക്യുമുലേറ്റ്സ് ദി കോസ്റ്റ് ഇൻകേർഡ് ഇൻ ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് അത് കണ്ടെത്തുക, അത് അക്യുമുലേറ്റ് ചെയ്യലാണ് ഈ ഒരു ക്വാളിറ്റി കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. കാരണം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിൽ എന്തൊക്കെ റീസെൻറ്റ് ട്രെൻഡ്സ് ആണ് വന്നിട്ടുള്ളത്? റിപ്പോർട്ടിംഗ് ഇസ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ദോസ് ഹൂ നീഡ് സച്ച് ഇൻഫർമേഷൻ. ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടിങ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിങ്ങിൽ എന്തൊക്കെയാണ് റെലവൻസ് ആയിട്ടുള്ള ട്രെൻഡ്സും കാര്യങ്ങളും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് യൂസിങ് IFRS. നമ്മൾ IFRS എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ഇത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ IFRS ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു IFRS ഫ്രം 1st April 2011 ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് were merged with ന്യൂ IFRS. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRSുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. IFRS ensures more transparency, consistency and uniformity in accounting policy. ഇത് കൂടുതലായിട്ട് ട്രാൻസ്പെറൻസി, സുതാര്യത കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ കൺസിസ്റ്റൻസി കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപോലെ യൂണിഫോമിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു അക്കൗണ്ടിംഗ് പോളിസീസിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ഈ IFRS ഉപയോഗിച്ചിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് തയ്യാറാക്കലാണ് പുതുതായിട്ട് വന്ന റീസെൻറ്റ് ട്രെൻഡ്സ്. രണ്ടാമതായിട്ട് വരുന്ന ഇൻറ്ററി റിപ്പോർട്ടിംഗ്. ഇൻറ്ററി റിപ്പോർട്ടിംഗ് ഈസ് ദി റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് എനി പീരിയഡ് ദാറ്റ് ഈസ് ഷോർട്ടർ ദാൻ എ ഫിസിക്കൽ ഇയർ. ഫിസിക്കൽ ഇയറിൽ കുറവുള്ള റിപ്പോർട്ടിംഗ്, അതായത് റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ ഏതൊരു പീരീഡിലാവും, പക്ഷേ ഫിസിക്കൽ ഇയറിൻ്റെ കുറവുള്ളതായിരിക്കാം. അപ്പോൾ സെബി ഗൈഡ്ലൈൻസും അതുപോലെ റിക്വയർ ചെയ്യുന്നുണ്ട് കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഇൻറ്ററി റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഈ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിസൾട്ടാണ്. ഏത് പീരീഡിലും എനി പീരീഡിലും ഫിനാൻഷ്യൽ റിസൾട്ടാണ്, പക്ഷേ ഫിസിക്കൽ ഇയറിൻ്റെ കുറവുള്ള ഫിനാൻഷ്യൽ റിസൾട്ടായിരിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു
റീസെൻറ്റ് ട്രെൻഡാണ് സെഗ്മെൻ്റൽ റിപ്പോർട്ടിംഗ്. ഇത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 പ്രകാരമാണ്. ഈ ഒരു സെഗ്മെൻ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുകയാണെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫ് ദി ഓപ്പറേഷൻ സെഗ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി ഇൻ ദി ഡിസ്ക്ലോഷർ അക്കമ്പൈനിങ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുക, ഒരു തുറന്ന് കാട്ടിയിട്ട് അവരുടെ ഓപ്പറേഷൻ, ഈ സെഗ്മെൻറ്റ്സ്, ഒരു കമ്പനിയുടെ സെഗ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഓപ്പറേഷൻ എന്താണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യലാണ് സെഗ്മെൻ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു സെഗ്മെൻറ്റ്സിനനുസരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ടിംഗ്. സെബി റെഗുലേറ്റ്സ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെയൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സെബി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റെഗുലേഷൻസിനനുസരിച്ചിട്ടാണ് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഗ്രൂപ്പ് കമ്പനീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് റിപ്പോർട്ട് ചെയ്യുക. അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 പറയുന്നത്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 റിക്വയർസ് കമ്പനീസ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ പറയുന്നുണ്ട് കമ്പനീസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ സബ്സിഡറീസൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് എന്തൊക്കെ ഉണ്ട്, അതായത് കമ്പനീസിൽ ഈ ഗ്രൂപ്പ് കമ്പനീസുമായിട്ട് എന്തൊക്കെയായിട്ട് അവരുടെ സബ്സിഡറീസ് ഉണ്ട്, ഏതൊക്കെ കമ്പനീസ് ആണെന്നുള്ളതൊക്കെ പ്രസൻറ്റ് ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിൻ്റെയും പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് എടുത്തു കാട്ടുക, ഷോ ചെയ്യലാണ് ഈ ഒരു റിപ്പോർട്ടിംഗ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഗ്രൂപ്പ് കമ്പനീസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്.